Hello everyone, welcome to G-Pod Class 7. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Pod 7 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളിൽ പലർക്കുള്ളൊരു ചോദ്യമാണ്, ഇപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആനുവൽ എക്സാം ആയി അല്ലേ, മാർച്ച് നിങ്ങൾക്ക് ആനുവൽ എക്സാം നടക്കും. ആനുവൽ എക്സാമിന് ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സ് ചോദിക്കുമോ എന്നുള്ളൊരു ചോദ്യം പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. പല കുട്ടികൾക്കൊരു ഡൗട്ടാണ്, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നോക്കിയാൽ പോരെ, അങ്ങനത്തെ പല സംശയങ്ങളും കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങൾ മുഴുവൻ ഫ്രണ്ട്സിലേക്ക് ക്ലാസ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, അതിലേക്കൊക്കെ ഷെയർ ചെയ്യുക. രണ്ടാമതായിട്ട് വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പം ഓരോ സബ്ജക്റ്റിലും ഏത് ചാപ്റ്റേഴ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇത് എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ചോദ്യം എന്താണ്, ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ കൊല്ല പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആനുവൽ എക്സാമിന് ചോദിക്കുമോ? ചോദിക്കും. നിങ്ങളുടെ ആനുവൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണേ, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കും. അപ്പോൾ ആനുവൽ എക്സാമിന് എന്ത് ചെയ്യണം, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വേണം. ഇപ്പോൾ സോഷ്യൽ സയൻസിന് എക്സാം എടുക്കുകയാണെങ്കിൽ 8ാമത്തെ ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നത് അല്ലേ. 9ാമത്തെ ചാപ്റ്റർ മുതൽ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സും മാത്രം പഠിച്ചാൽ പോരാ, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആനുവൽ എക്സാമിന് പഠിക്കണം. ആനുവൽ എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ പല കുട്ടികൾ എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റർ മാത്രം പഠിക്കും. നിങ്ങൾ സിംഗിൾ പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ 9ാമത്തെ പാഠം മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷേ 1ാമത്തെ ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്ന് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കത്തിലെ ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്ത് കളയരുത്, തുടക്കത്തിലെ ചാപ്റ്റേഴ്സും ഒഴിവാക്കി കളയരുത്. അതൊന്നും ചോദ്യങ്ങൾ വരും. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ വരെ എവിടുന്നാടാ, 9ാമത്തെ ചാപ്റ്റർ, അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള, സോഷ്യൽ സയൻസ് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ 1ാമത്തെ ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ, പിന്നെ 1ാമത്തെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. പക്ഷേ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ്, ഇപ്പോൾ സോഷ്യൽ സയൻസ് എടുക്കുകയാണെങ്കിൽ 9ാമത്തെ ചാപ്റ്റർ മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെ ആ ചാപ്റ്റേഴ്സ് നിന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ചാപ്റ്റേഴ്സ് നിന്ന് എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചു വെച്ചാൽ, സൂപ്പറായിട്ട് പഠിച്ചോ. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം ഇത്തവണ 7ാം ക്ലാസ്സിൽ എന്തില്ല, ഓൾ പാസ് ഇല്ല. 30% മാർക്ക് നേടിയാൽ മാത്രമേ പാസ്സാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് എന്ത്, എജ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ച് കേട്ടോ. നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. ഓക്കെ ആകും, അടിപൊളിയായിട്ടോ. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.